മരിച്ചിട്ടുണ്ടാകില്ല, എന്തെങ്കിലും ഒരു ദിവസം ഒരു വിളി കൊണ്ട് കയറി വരും എന്ന് വിചാരിക്കുന്നതിനേക്കാൾ വലിയ വേദനയൊന്നുമില്ല. രഘു, സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ കൊണ്ടുപോയി അടക്കിയാൽ മനസ്സിലും ഒന്ന് അടങ്ങും. അതല്ലാത്തൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ്. അതെ, നമുക്ക് പലപ്പോഴും നമ്മൾ വാർത്താപരമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിലെ രാഹുൽ എന്നൊരു കുട്ടിയെ കാണാതെ പോയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ആ കുട്ടിയുടെ വാർത്ത ചെയ്യുന്നതാണ്. ഇപ്പോഴും രാഹുലിൻ്റെ അമ്മ പറയുന്നത് അവൻ ഇപ്പോഴും തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ചില രാത്രികളിലൊക്കെ അവർ ഞെട്ടി ഉണരാറുണ്ട്, അവർ പ്രതീക്ഷിക്കാറുണ്ട് ആ മകൻ മടങ്ങി വരും. ആ മടങ്ങി വരവ് പ്രതീക്ഷിക്കാതെ ഇരിക്കണമെങ്കിൽ അവർ മരിച്ചു എന്നുള്ളൊരു സ്ഥിരീകരണം നമുക്ക് വേണം. അവർ മരിച്ചു എന്നുള്ള സ്ഥിരീകരണം എന്ന് പറയുന്നത് അവരുടെ മൃതശരീരമാണ്. ആ മൃതശരീരം നമ്മളുടെ കൺമുന്നിലോ അല്ലെങ്കിൽ നമ്മളുടെ അറിവിലോ മറവ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ മരിച്ചുപോയി എന്നുള്ള ഒരു സങ്കടം ആജീവനാന്തമുണ്ടെങ്കിലും ആ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു ദുഃഖഭാരം പേറിയുള്ളൊരു പ്രതീക്ഷയോടുകൂടി കഴിയുക എന്നുള്ളത് എത്രത്തോളം മാനസിക സംഘർഷം നിറഞ്ഞതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ മനുഷ്യരൊക്കെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു അവരുടെ സുഹൃത്ത് മടങ്ങി വരും, അല്ലെങ്കിൽ അവരുടെ മകൾ മടങ്ങി വരും, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ മടങ്ങി വരും, അവരുടെ പ്രിയപ്പെട്ടവർ മടങ്ങി വരും. പക്ഷേ വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തിൻ്റെ ഒരു അവശിഷ്ടമെങ്കിലും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. പക്ഷേ അതിന് കഴിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത 60-ലധികം മൃതദേഹങ്ങളാണ് നമ്മൾ വീണ്ടെടുത്തത്. ഇനി എത്രയോ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുണ്ട്. അതൊന്നും ഭൂമിക്കടിയിൽ പോയ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിലും ഒഴുക്കിലുമൊക്കെ ചിന്നിച്ചിതറിപ്പോയ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളത് പ്രായോഗികമായി എത്രത്തോളം സാധിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലോ. അങ്ങനെ ആ പ്രതീക്ഷയിൽ ദുഃഖത്തിൻ്റെ അമിതഭാരം ആയിട്ടുള്ള പ്രതീക്ഷയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇവിടെ എത്തിയ മനുഷ്യരൊക്കെ. ഇവരുടെ ബന്ധുക്കളുടേതാണ് ഈ മൃതദേഹാവശിഷ്ടം എന്ന് കരുതി അന്ത്യോപചാരമൊക്കെ അർപ്പിച്ചു പോകുമ്പോഴും വർഷങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇവിടെ എത്തുമ്പോൾ അവരിവിടെയുണ്ട്, അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ അവർ ഒരു പക്ഷേ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടാവും. കാരണം അത്രമേൽ അവർക്ക് പ്രിയപ്പെട്ടവരാണ് അവരെ നഷ്ടപ്പെട്ടു പോയത്. ആ മനസ്സിൽ ഉള്ള നീറ്റൽ ഒരിക്കലും അവർക്ക് നഷ്ടമാവില്ല. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് നൽകാവുന്ന പോംവഴി. ആ മൃതദേഹാവശിഷ്ടങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ടവരുടേതാണെന്ന് കരുതി അവർക്ക് മതവിശ്വാസപ്രകാരമോ അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസമില്ലാത്തവർക്ക് ആ രീതിയിലോ ഉള്ള പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതോടുകൂടി അവർക്ക് അന്ത്യവിശ്രമം അനുവദിക്കുക എന്നുള്ളതാണ്. ചുരൽമലക്കാരും മുണ്ടക്കൈക്കാരും ഒക്കെ അവിടെ വന്ന് ഈ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകും. അവനവൻ്റെ വിശ്വാസപ്രകാരമുള്ള ഒരു വിളി അവരുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകും. അത് അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇവരെല്ലാവരും മണ്ണോട് മണ്ണ് ചേരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കെ മധു മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മധു, മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ പുറപ്പെട്ടു തുടങ്ങി അല്ലേ? ആദ്യ മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ പുത്തുമലയിൽ അടുത്ത മൃതദേഹം മധു അല്പസമയത്തിനകം അടുത്ത വണ്ടി തയ്യാറായി കഴിഞ്ഞു. അതിൽ അടുത്ത മൃതദേഹം ഈ രണ്ടാമത്തെ വണ്ടിയിൽ അവിടേക്ക് അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോകും. മധു, എത്ര ആംബുലൻസുകൾ തയ്യാറായിട്ടുണ്ട് മധു? ഈ വഴിയിലുടനീളം ആംബുലൻസുകൾ എത്തിക്കുന്നു. ഇത് മുഴുവൻ മൃതദേഹങ്ങളെയും കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ അത്തരത്തിലുള്ള ദേഹാവശിഷ്ടങ്ങളെ അടക്കം വളരെ വിനയപൂർവ്വം അവിടെ കൊണ്ടെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം അടുത്ത വണ്ടികൾ എത്തുന്നു. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള അത്തരം കൺഫ്യൂഷനുകളൊന്നും നിലനിൽക്കുന്നില്ല മധു. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോരുത്തരെയായി ഇവിടെ നിന്ന് പുത്തുമലയിലേക്ക് അന്ത്യയാത്രയ്ക്കായി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൽ എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നു. ഈ പ്രവർത്തകരൊക്കെ നമ്മൾക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ടുന്നത് ഇവിടെ കൈമേയ് മറന്ന് പ്രവർത്തിക്കുന്ന ഈ ആളുകളെല്ലാവരും ഇതിൽ പലരും ആദ്യത്തെ ദിവസം പുലർച്ചെ ആദ്യ ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെ ആ വാർത്ത കേട്ട് നാട് ഞെട്ടിയുണർന്നതിന് പിന്നാലെ ഇവിടേക്ക് എത്തിച്ചേർന്നവരാണ്. അവർ ഇപ്പോഴും സ്വയം സന്നദ്ധരായി അവിടെ നിൽക്കുന്നു. ഇത് തങ്ങളുടെ കർത്തവ്യമാണ് എന്ന ബോധ്യത്തിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മധു, ജനപ്രതിനിധികളടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ടോ മധു?
എങ്ങനെയാണ് അവിടെ നിന്ന് എല്ലാ മൃതദേഹങ്ങളും പുത്തുമലയിലേക്ക് അയച്ചതിന് ശേഷം അവിടെയുള്ളവർക്ക് കൂടി അങ്ങോട്ട് പോകാനുള്ള സൗകര്യം കൂടി ഉണ്ടാകുമോ? ഇവിടെ അല്ല, അത്തരത്തിലുള്ള ചടങ്ങുകൾ ഇവിടെ വച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഈ അവിടെ പുത്തുമലയിലായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആത്മവിദ്യാലയം എന്ന അർത്ഥത്തിൽ അത്തരം ഒരു പൊതു ശ്മശാനം ഒരുങ്ങിയിട്ടുള്ളത് പുത്തുമലയിലാണ്. അതിനപ്പുറത്ത് ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്, പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, MLA ഉണ്ട്. പക്ഷേ ഇവരെയെല്ലാം ഇവിടെ വെച്ച് എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ ഇവരെയെല്ലാം ഇവിടെ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം തീർച്ചയായും അവിടെയാണ്. കാരണം സ്വാഭാവികമായും നമ്മുടെ വീടുകളിൽ നിന്ന് മൃതദേഹങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ, അതിന് സമാനമായ വിധത്തിൽ തന്നെയാണ്. കാരണം അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആ ചിതയിൽ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു മുൻപായി അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു, അതിനു മുൻപ് അവിടേക്ക് കൊണ്ടുപോകുന്നു. ആ ഘട്ടമാണ് ഇപ്പോൾ എന്ന് നമുക്ക് ആ വിധത്തിൽ പറയാനാവൂ. പക്ഷേ അത് ഓരോരുത്തരെയായി കൊണ്ടുവരുമ്പോഴും അതിന് സജ്ജമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനാവുന്നത്. അത് പക്ഷേ മേപ്പാടിയിലെ ഈ കമ്മ്യൂണിറ്റി ഹാൾ അക്ഷരാർത്ഥത്തിൽ ആ വിധത്തിൽ അവസാന യാത്ര കൊടുക്കാൻ എല്ലാവരുടെയും ഉറ്റവരാണ് ഇവർ എന്ന വിധത്തിൽ മാറിക്കഴിഞ്ഞു. ഈ കാണാതായവർ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. മാധു, ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ ഈ പലയിടത്തും നമ്മൾ കണ്ടതിന് അപ്പുറത്ത് വളരെ വേഗം തന്നെ ഇവിടെ മനുഷ്യർ കുറച്ചുകൂടി വേഗത്തിൽ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നു എന്നുള്ളത് കാണേണ്ടതുണ്ട്. കാരണം വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പുകളിൽ എല്ലായിടത്തും പരസ്പരം ഇവർ കാണുന്നതും നഷ്ടപ്പെട്ടവരെയാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ, സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടവരെ, പ്രിയരെ പോയവരെ, അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുമ്പോൾ അവരെ അത്തരത്തിലുള്ള ആളുകളാണ് ഒന്നിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നഷ്ടങ്ങൾക്ക് ഇനി വലിയ വ്യാജ പ്രതീക്ഷകൾക്ക് അർത്ഥമില്ല എന്ന വിധത്തിൽ തങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുന്നു. അവർക്ക് മറ്റേതെങ്കിലും വിധത്തിൽ ഉള്ള ഒരു പ്രതീക്ഷകൾ വച്ച് പുലർത്തുകയല്ല, യാഥാർത്ഥ്യത്തോടെ, ജീവിത യാഥാർത്ഥ്യങ്ങളോടെ മുന്നോട്ട് പോകണം എന്ന വിധത്തിൽ തന്നെയാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആദ്യ ദിവസം തന്നെ ഇവിടെ വന്ന് ഇത്രയും നാൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇവരുടെ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനാവുന്നത് പതുക്കെ മറവി, സമയം, കാലം, എങ്ങനെ മരണമെന്ന ഒരു വലിയ മഹാസത്യത്തിൻ്റെ മുറിവുകളെ, ദുഃഖങ്ങളെ, സങ്കടങ്ങളെ, ആ വിഷാദങ്ങളെ അപ്പാടെ പതിയെ മായ്ച്ചു കളയുന്നു എന്നത് ഇവിടെ മുഖങ്ങളിൽ കാണാനാവും. അതാണ് ഒരുപക്ഷെ എനിക്ക് മറ്റ് പലയിടത്തു നിന്നും ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നിൽ മനുഷ്യർ കുറച്ചുകൂടി വിനയാന്വിതരാകുന്നു. നമ്മുടെയൊക്കെ അഹങ്കാരങ്ങൾ, ആ ധാർഷ്ട്യങ്ങൾ, അതൊക്കെ വളരെ ചെറുതാണ് എന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അത് മനസ്സിലാക്കണം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ കടന്നു പോകുന്നത്. അവിടെയാണ് ഇവിടെ നിൽക്കുന്നവർ തുടക്കം തൊട്ടേ ഈ നിമിഷം വരെ സർവസന്നദ്ധരായി നിൽക്കുന്നത്. അവർ ആരും പറഞ്ഞ് കടന്നു വന്നവരല്ല, ആരും നിർദ്ദേശിച്ച് കടന്നു വന്നവരല്ല. ഇതിൽ പലരും, ഞാനിന്ന് കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും ഒക്കെയുള്ള, ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമുള്ള ആളുകളെ കണ്ടു. അവരാരും അവരുടെ കുടുംബത്തിലെ ഒരാളാണ് ഈ കാണാതായത് എന്ന വിധത്തിൽ നിൽക്കുന്നുണ്ട്. അവരിൽ പലരും ഇപ്പോൾ ഇവിടെയുണ്ട്, ചിലർ പുത്തുമലയിലുണ്ട്. അവർ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തുന്നത് അത് ഒരു മനുഷ്യൻ എന്ന വിധത്തിൽ, മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിൽ, മനുഷ്യൻ്റെ സംസ്കാര കർമ്മങ്ങൾ എന്നത് സംസ്കാരം തന്നെയാണ് എന്നൊരു തിരിച്ചറിവിൽ കൂടിയാണ്. ആ വിധത്തിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത നിമിഷത്തിനകം അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അടുത്ത ആളുകളും പുറത്തേക്ക് വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനാവുന്നത്. ഇവിടെയും അതൊരു ക്രൗഡ് ഉണ്ടാക്കുന്നില്ല. ഓരോരുത്തരെ കൊണ്ടുവരാനുള്ള ആ സമയത്ത് വാഹനങ്ങൾ എത്തിക്കുന്നു, അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവിടെ നിരനിരയായി കിടത്തിക്കൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രീതിയല്ല, മറിച്ച് സജ്ജരായി വരട്ടെ, ആര് പുറത്തു വരട്ടെ, ആ നിമിഷം അടുത്ത വണ്ടി തയ്യാറായി നിർത്തുന്നു. അങ്ങനെയുള്ളതാണ്. ഒരു അനാവശ്യമായ ഒരു വലിയ ക്രൗഡ് വേണ്ട എന്നുള്ള വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നതും. ആ വിധത്തിൽ ഒരു പുത്തുമലയിലേക്ക് എത്തൂ എന്ന് നേരത്തെ ഇവിടുത്തെ ജനപ്രതിനിധികൾ സുകുമാരനും നൂറുദ്ദീനും ഒക്കെ പറഞ്ഞത്
അവരെ അവരാക്കിയവരാണ് ഈ പോയത്. സുകുമാരൻ്റെ കുടുംബത്തിൽ സുകുമാരനൊഴിച്ച് സുകുമാരൻ പറഞ്ഞ കാര്യമുണ്ട്, എനിക്കിനി ഒന്നുമില്ല, എനിക്കൊരു തിരിച്ചറിയൽ രേഖ പോലുമില്ല. ഇപ്പോൾ ഈ അവശേഷിച്ചിട്ടുള്ള നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സുകുമാരൻ എന്ന വിധത്തിൽ അറിയപ്പെടുന്നത്. അതിനപ്പുറത്ത് ആരുമില്ല. എൻ്റെ സുകുമാരൻ്റെ അവിടെ കടയുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, ആ കടയുടെ പാർട്ട്ണറുണ്ടായിരുന്നു. അദ്ദേഹം വൈകുന്നേരം പ്രത്യേകിച്ച് സൂക്ഷിച്ചിരിക്കണം എന്ന് സുകുമാരനോട് നിർദ്ദേശിച്ചിട്ട് ഇറങ്ങിപ്പോയ ആളാണ്. കുറച്ചുകൂടി ഉറപ്പുള്ളൊരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയ ആൾ. അദ്ദേഹവും കുടുംബവും അപ്പാടെ നഷ്ടമായി. അപ്പോൾ അതുപോലെയുള്ള പോയ സൗഹൃദങ്ങളുണ്ട്, പോയ മനുഷ്യരുണ്ട്, പോയ ജീവിതങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയാണ് ഇവിടെ കാണാനാവുന്നത്. സുകുമാരൻ തന്നെയാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പറമ്പിലാണ് ഈ പുഴ വന്ന് ഇടിച്ച് തിരിച്ചു ചെന്ന് സുകുമാരൻ്റെ പറമ്പിലേക്ക്, ആ അമ്പലത്തിനും താഴെയുള്ള പാടിക്ക് പിന്നാലെയുള്ള പറമ്പിലേക്ക് മുഴുവൻ മൃതദേഹങ്ങളെയും അടിച്ച് കയറ്റി അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേരെ തിരിച്ചറിയാൻ ആദ്യം എത്തേണ്ടി വന്നതും സുകുമാരനാണ്. അത്തരത്തിലുള്ള ഒരുപാട് ആദ്യ ദൃക്സാക്ഷികളുള്ള ഒരാളായി മാറിയ ആളാണ് അദ്ദേഹമാണ്. അവിടേക്ക് എത്തണം, പുത്തുമലയിലേക്ക് എത്തണം എന്ന് എല്ലാവരോടും ആഹ്വാനം ചെയ്തത് മധുവാണ്. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.